So guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് FT Above എന്ന ഫോട്ടോ എഡിറ്ററുടെ 3 മോഡി പ്രിസെറ്റ്സ് ആണ്. സോ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് കയറി കഴിയാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മോഡി ടോൺ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. വേറെ ലെവലായിട്ടുള്ള അടിപൊളി ഫോട്ടോസാണ് ഈ ഒരു ഇൻസ്റ്റാ പേജിനകത്ത് ഉള്ളത്. അപ്പോൾ ഈ ഒരു എഡിറ്റർ യൂസ് ചെയ്യുന്ന 3 മോഡി പ്രിസെറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇന്ന് തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് മേലെ ഐക്കാളിലായിരിക്കും കാണിക്കുക. സാധാരണ എല്ലാ വീഡിയോയിലുള്ള പോലെ തന്നെ മേലെ ഐക്കാളിൽ 2 പാർട്ടായിട്ടായിരിക്കും പാസ്വേഡ് കാണിക്കുക. അതായത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടി മനസ്സിലാവും. അപ്പം ഡിസ്ക്രിപ്ഷനിൽ എക്സാമ്പിളായിട്ട് 1 2 3 4 എന്നൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് വരെ എക്സാമ്പിൾ കൊടുത്താണ്, അതാരും അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മേലെ ഐക്കാളിൽ നിന്ന് ഫസ്റ്റ് പാസ്വേഡ്, സെക്കൻഡ് പാസ്വേഡ് എന്നൊരു പാസ്വേഡ് കിട്ടും. ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ 4 അക്ക നമ്പറാണ്, അല്ലെങ്കിൽ സ്റ്റാറൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു 4 അക്ക നമ്പർ നിങ്ങൾ അതിനകത്തേക്ക് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മളെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ആ ഒരു വീഡിയോൻ്റെ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ബിഫോർ ആഫ്റ്റർ കാണാം. ബിഫോർ ആഫ്റ്റർ കണ്ടതിന് ശേഷം എങ്ങനെ നമുക്ക് പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലൈറ്റ്റൂമിൽ യൂസ് ചെയ്യാൻ നോക്കാം. എക്സ്ട്രാക്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം, ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ലൈറ്റ്റൂം പ്രിസെറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ പ്രിസെറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ കണ്ടുവരാം. സോ അപ്പോൾ നിങ്ങൾ ബിഫോർ ആഫ്റ്റർ കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി എങ്ങനെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനെ നിങ്ങൾ താഴെ കൊടുത്ത ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ആയി. മൊബൈലിൽ ഏതാണോ ബ്രൗസർ അത് ജസ്റ്റ് ഓപ്പൺ ആകുന്നതായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് സിമ്പിളാണ്. ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ആകുന്നത് കാണാൻ കഴിയും. ജസ്റ്റ് ആ ഡൗൺലോഡ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിസെറ്റിൻ്റെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് FT Above മോഡി പ്രിസെറ്റിൻ്റെ ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാക്റ്റ് ഫയൽസ് ടു എന്നൊരു ബട്ടൺ വന്നിട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നേരെ നിങ്ങൾ മൊബൈലിലെ ഫയൽ മാനേജറിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ താഴത്തെ എക്സ്ട്രാക്റ്റ് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ഏറ്റവും അടിയായിട്ട് എക്സ്ട്രാക്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് എക്സ്ട്രാക്റ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റിംഗ് എന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കിട്ടിയ ആ ഒരു പാസ്വേഡ്, അതായത് 4 ഡിജിറ്റ് നമ്പർ ജസ്റ്റ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു എക്സ്ട്രാക്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫയൽ നിങ്ങൾക്ക് എവിടെ നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ത്രിബിളോട്ട് ക്ലിക്ക് ചെയ്യാം. ത്രിബിളോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം സോർട്ട് ബൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് മോഡിഫിക്കേഷൻ ടൈം എന്നുണ്ട്. ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു ഫയൽ കാണാൻ കഴിയുന്നതായിരിക്കും. ജസ്റ്റ് ആ ഒരു ഫയൽ ടച്ച് ചെയ്ത് ഓപ്പൺ ആക്കുക. അതിനുശേഷം പ്രിസെറ്റ് ഫുൾ സെലക്ട് ചെയ്യാൻ നേരെ ലൈറ്റ്റൂമിലേക്ക് ഷെയർ ചെയ്യാം. ലൈറ്റ്റൂമിലേക്ക് ഷെയർ ചെയ്തതിന് ശേഷം നമുക്കിനി പോയിട്ട് എങ്ങനെ ലൈറ്റ്റൂമിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു 3 പ്രിസെറ്റും ഈ ഒരു ലൈറ്റ്റൂം ആപ്പിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു 3 പ്രിസെറ്റ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു 3 ടോൺ അല്ലെങ്കിൽ ആ ഒരു 3 ഫിൽറ്റർ എങ്ങനെ
ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു 3 ടോൺ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് ടോണാണോ നിങ്ങളെ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ടോൺ ഫുള്ളും സെലക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി സെറ്റിംഗ് കൊടുക്കുക. കോപ്പി സെറ്റിംഗ് കൊടുത്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേ സ്റ്റെപ്പ്, അതായത് കോപ്പി സെറ്റിങ്ങിന് പകരം പേസ്റ്റ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് സെറ്റിംഗ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോൻ്റെ ഫിൽറ്റർ, ആ ഒരു മോഡി ഫിൽറ്റർ നമുക്ക് ഈ ഒരു ഫോട്ടോ തന്നെ കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിസെറ്റ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോനെ എഡിറ്റ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാ ഫോട്ടോ ഒരേപോലത്തെ ആ ഒരു എഫക്റ്റ് കിട്ടണം. അതായത് ഓരോ ഫോട്ടോൻ്റെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ് എല്ലാം മാറ്റമായിരിക്കും. ആ ഒരു ഫോട്ടോയും മാറ്റമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോനനുസരിച്ച് നിങ്ങൾ ടൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോൻ്റെ ആ ഒരു ടൂളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഫോട്ടോന് പറ്റിയ ഒരു ടോണാക്കി നിങ്ങൾ മാറ്റണം. അതിൽ ഈ ഒരു പ്രിസെറ്റ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് മോഡിഫൈ കിട്ടും. അപ്പോൾ എല്ലാ ഫോട്ടോ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോട്ടോ ഒന്ന് നോക്കുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ ഈ ഒരു പ്രിസെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കിൻ്റെ നമ്മൾ വെച്ചാൽ ഞാൻ ഇതുപോലെ പ്രിസെറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിസെറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ